കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. ആരെ ബോധ്യപ്പെടുത്താൻ അന്വേഷണം? ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ? സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BJPക്ക് സറണ്ടറായി. മുഖ്യമന്ത്രിക്ക് വേണ്ടി നേതാക്കന്മാരും മന്ത്രിമാരും നേതാക്കന്മാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ആളുകളെ പോയി കാണുകയാണ്. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്, മറ്റാർക്ക് അയാൾക്ക് വേണ്ടിയല്ലല്ലോ. ADGP പോയത് ADGPക്ക് വേണ്ടിയാണോ? അല്ല, ADGP പോയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. അതെല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് പണ്ടേ അറിയാം. ഞങ്ങൾ എത്ര കാലമായി പറയുന്നു CPMന്റെ പിന്തുണ BJPയുടെ പിന്തുണ CPMന് എത്ര കാലമായി വാങ്ങുന്നു. എൻ്റെ നാട്ടിൽ 1970 പിണറായി വിജയൻ BJPയുടെ വോട്ട് വാങ്ങിയിട്ടല്ലേ MLA ആയിരുന്നു. അന്ന് മുതലുള്ള ബന്ധം അവർക്കില്ലേ? ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്ന് മുഖ്യമന്ത്രി നടക്കുന്നത്, ആണുങ്ങളെ പോലെ നടക്കുന്നത്. നടക്കാൻ പറ്റുമോ? എന്തെല്ലാം കേസുകളുടെ അദ്ദേഹത്തിന്റെ പേരിൽ. ഒരു കേസ് അന്വേഷിക്കാൻ BJPയുടെ ഗവൺമെന്റ് അല്ലെ BJPയുടെ ഉദ്യോഗസ്ഥന്മാർ ഇല്ലല്ലോ, അവർ മെനക്കെടുന്നില്ലല്ലോ. അവരാരും വന്നില്ല ഒരൊറ്റ കേസ് അന്വേഷിക്കാൻ. എവിടുന്നാ വന്നത്? ഇപ്പൊ ബാക്കി എല്ലാ കേസും അന്വേഷിക്കുന്നില്ലേ? SNC ലാവ്ലിൻ കേസ് എത്ര തവണയായി മാറ്റി വെക്കുന്നത്? എന്തുകൊണ്ടാണ് മാറ്റുന്നത്? ജഡ്ജിക്ക് തോന്നിയിട്ട് മാറ്റുന്നതാണ്. ഇത്രയും കാലം എത്ര തവണയാ മാറ്റിയത്? 30, 40, എത്ര തവണയാ? ഇതെല്ലാം അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബന്ധമാണ്. BJPയും CPMും തമ്മിൽ അവിഹിത ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി. അത് സംരക്ഷിക്കാനും അത് ഇവർക്ക് വരാൻ പോകുന്ന എന്താ പറയാ ഒരു അഭിമാനക്ഷയം അതില്ലാതാക്കാനുമുള്ള ഒരു പ്രഹസനമാണ് ഈ അന്വേഷണം. ഈ അന്വേഷണത്തിലൊന്നും ഞങ്ങൾക്കാർക്കും വിശ്വാസമില്ല. അന്വേഷണം നടത്തി റിപ്പോർട്ട് എന്തുണ്ടാകട്ടെ, അപ്പം നമുക്ക് പരിശോധിക്കാം. പോലീസിന്റെ ഇടയിലുള്ള ഈ സംഘപരിവാർ വൽക്കരണം അത് വലിയ തോതിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെ? പോലീസിനകത്ത് വലിയ തരത്തിൽ RSS സ്വാധീനമുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വ്യക്തമായിട്ടും ഈ പോലീസിനെതിരെ നടപടിയെടുക്കേണ്ട ആഭ്യന്തര വകുപ്പ് നിശബ്ദമായിരിക്കുകയാണ്. നിശബ്ദമായിരിക്കുകയാണ്. അതിനല്ലേ പറഞ്ഞത്, അതെല്ലാം പക്ഷപാതപരമായി ഒരു മുൻകാഴ്ചയോടുകൂടിയാണ് ഇതെല്ലാം സംഭവങ്ങൾ നടക്കുന്നത്. പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്വേഷണം എന്ന് പറയാവുന്നതിനപ്പുറത്ത് അതിലൊന്നൊരു വസ്തുതയില്ല. അതൊന്നും ഒരു ആത്മാർത്ഥമായ നടപടിയല്ല. അതൊന്നും ഒരു എന്തെങ്കിലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനല്ല. ഒരു ചുക്കും കൊണ്ടുവരില്ല, ഒരു സത്യാവസ്ഥയും പുറത്തു കൊണ്ടുവരില്ല. ഞങ്ങൾക്കതറിയാം. ഞങ്ങൾ ഇതിനു മുമ്പും ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ കണ്ടവരാണ്, കേട്ടവരാണ്, അനുഭവിച്ചവരാണ്. ഇങ്ങനത്തെ പറയുമ്പോൾ പോലും താങ്കളുടെ ഒരു പഴയ പ്രസംഗം പോലും സൈബർ ഡൊമൈനിൽ ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നുണ്ട്. RSSന്റെ ശാഖ സംരക്ഷിച്ചിരുന്നു. അല്ല, അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട് ഞാൻ അവിടെ ഒരു സംഘർഷമുണ്ടായ സംഭവത്തിൽ അവിടെ RSSന്റെ ശാഖ നടക്കുന്നിടത്ത് അവിടെ CPMകാർ പോയി ആക്രമിച്ചപ്പോൾ ആ അക്രമത്തിനെതിരെയുള്ള ഒരു പ്രതികരണം ഞാൻ നടത്തി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടെന്ന് വെച്ചാൽ അതിനേശം അക്രമം നടന്നിട്ടില്ല. പിന്നെ അവിടെ ശാഖയും നടന്നിട്ടില്ല, അക്രമവും നടന്നിട്ടില്ല. എൻ്റെ പ്രതിന്റെ തൊട്ടടുത്താണ്, അല്ലാതെ ശാഖക്ക് കാവൽ നിന്നൊന്നല്ല. മനസ്സിലായോ? തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടേ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു തൃശ്ശൂർ പൂരം കലക്കിയത് ഞാൻ ചോദിക്കുന്നത് തൃശ്ശൂർ പൂരം. അല്പസമയം മുമ്പ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞതിന് സമാനമായ പ്രതികരണം തന്നെയാണ് കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഇത് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള ഒരു പ്രഹസനം മാത്രമാണ് ഈ അന്വേഷണം. CPIM BJP ബാന്ധവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1970 പിണറായി വിജയൻ ജയിച്ചതുപോലും BJP വോട്ട് നേടിയാണ്. അന്നു മുതൽ ഇന്നോളം ആ ബന്ധം തുടരുന്നു എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്.